11 സെന്റ് പ്ലോട്ടിൽ 2500 സ്ക്വയർ ഫീറ്റിൽ ഇതുപോലെ കിടിലൻ ആംബിയൻസ് ഉള്ള വീട് ഉണ്ടാക്കാൻ പറ്റുമെന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. ടൈലുകൾ ഇവിടെ ഇങ്ങനെ കാണണ്ട, അത് അത്തംകുടി സ്റ്റൈലിൽ വരുന്ന ടൈല്. ഹാപ്പി ആയില്ലേ? സന്തോഷായില്ലേ? എനിക്കൊരു കോൺഫിഡന്റ് ഉണ്ട്, ഉമ്മാന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്നുള്ളൂ. ഈ ഇത്രയും വർക്ക് എടുക്കുമ്പോൾ പല ആൾക്കാരും പറയും ഓനും ഭ്രാന്താണ്, എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടുണ്ടെന്നുള്ള അതൊക്കെ കേൾക്കുമ്പോൾ ഉമ്മാക്ക് ഭയങ്കര സങ്കടം. എൻ്റെ മൊത്തം വുഡൻ ഫീലാണ് വന്നിരിക്കുന്നത്. വുഡൻ ആണോ എന്നുള്ളൊരു സംശയം. അടുക്കള അടിപൊളിയായോ? സൂപ്പർ ആയിട്ടല്ലേ? 2 നില വീടാണോ എന്ന് എനിക്കൊരു സംശയം. എത്ര നില ഉണ്ട് ഇതിന്റെ? ഡീറ്റെയിലുകൾ കൊടുക്കാൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ യാത്രയിൽ നമ്മളെ അന്വേഷണങ്ങളും നമ്മളെ അതൊക്കെയാണ് ഈ രീതിയിലേക്ക് എത്തിയത്. ഫ്ലോറിലേക്ക് നോക്കിയ അടിപൊളി മൊറോക്കൻ, അടിപൊളി പാറ്റേൺ, കാർപ്പറ്റ് ഒക്കെ അതുപോലെ കൊടുത്തിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു വീട് കാണിക്കാൻ. വെറൈറ്റി വേണമെന്നല്ല നിങ്ങൾ പറയാറുള്ളത്. ഇതാ വെറൈറ്റി കണ്ടോളൂ. അടിപൊളിയായിട്ടുള്ള ഒരു വീട്. 11 സെന്റ് പ്ലോട്ടിൽ 2500 സ്ക്വയർ ഫീറ്റിൽ ഇതുപോലെ കിടിലൻ ആംബിയൻസ് ഉള്ള വീട് ഉണ്ടാക്കാൻ പറ്റുമെന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. അതിനുള്ള ഉത്തരമാണ് ബാപ്പുട്ടിയുടെ ഈ ഒരു വീട്. എന്താ ഭംഗിയില്ലേ! സാധാരണ ട്രഡീഷണൽ ഐഡിയാസും യൂറോപ്യൻ സ്റ്റൈലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വിക്ടോറിയൻ സ്റ്റൈൽ വീട് എന്ന് വേണം പറയാൻ. കാരണം ഇതിൻ്റെ ഒരു ഭംഗിക്കും അപ്പുറം ഒരാളുടെ ആഗ്രഹം എത്രയാണോ ആ ആഗ്രഹമാണ് ഈ കാണുന്ന വീട്. നമുക്കൊക്കെ ആ വീട് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ. നമുക്ക് എന്താണോ ആഗ്രഹം അതിലേക്ക് ആഞ്ഞങ്ങ് പ്രവർത്തിച്ചാൽ അത് നടന്നിരിക്കും എന്നുള്ളതാണ് അതിലെ ഹൈലൈറ്റ്. ഈ ഇത്രയും ചെറിയൊരു പ്ലോട്ടിൽ ഇത് സാധ്യമാണെന്നുള്ളത് ഇവിടെ ചെയ്ത് തെളിയിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കും വിശ്വാസമാവുന്നത്. കണ്ടില്ലേ, ഈ ഒരു കോമ്പൗണ്ട് ഇത്രയും ചെറിയൊരു ഏരിയ മാത്രമേ ഇതുള്ളൂ. നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയാം. വീട് പണിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലുണ്ടാകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് വീഡിയോ ചെയ്തു പോകുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ തന്നെ വരുമല്ലോ. ബാപ്പുട്ടിക്കാന്റെ ഫാമിലി ഉള്ള ബാപ്പുട്ടിക്കാന്ന് വിളിക്കുകയാണ് നമ്മളെ സ്വന്തം മുണ്ടക്കുളം മജീദ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്തായാലും വെറൈറ്റി, ഇങ്ങനെ ഒരു വെറൈറ്റി വീട് എടുക്കുമ്പോൾ ഈ ഫാമിലി മൊത്തം ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഒരു വെറൈറ്റി വീട് കാണാമെന്നോ ഇത് ഇങ്ങനെ ആയിരിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. എന്താണ് സംഭവിച്ചത് ഇവിടെ? സംഭവിച്ചത് വീട് വെക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നപ്പോൾ പിന്നെ നമ്മൾ കാലാവസ്ഥക്ക് അനുയോജ്യമായ ഒരു ട്രഡീഷണൽ വീട് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതോടൊപ്പം ഒരു കൊളോണിയൽ യൂറോപ്യൻ ടച്ചുകളൊക്കെ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇപ്പൊ ഇതില് കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടി ഇഷ്ടമായ വീട്? അടിപൊളിയായില്ലേ? ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിനോ? വലിയതൊന്നുമില്ലേനി, പക്ഷെ ഇങ്ങനെ ആയി അല്ലേ? പാപ്പാല് വിശ്വാസം ഉണ്ടാവും അല്ലേ ഇങ്ങനെ ആക്കുന്നത്? ആയോ? അടിപൊളിയായ വീട്? റൂമൊക്കെ അടിപൊളിയാ? റൂം അടിപൊളിയായി. ഭാര്യനോട് ചോദിക്കണ്ടേ, അടുക്കള അടിപൊളിയായോ? സൂപ്പർ ആയിട്ടല്ലേ? ഇമ്മ ഇവിടെ മിണ്ടാതെ നിൽക്കണ്ടേ? അമ്മ വേറെ എങ്ങനെയുണ്ട്? ഉഷാറായില്ലേ? ആ ഒരു വാക്ക് കേട്ടാൽ മതില്ലേ? മക്കളെന്നുള്ള നിലയിൽ നമ്മൾ കേൾക്കേണ്ട വാക്കും അത് തന്നെയാണ്. ഇങ്ങനെ ഒരു വീട് ഇവിടെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. നിങ്ങൾക്ക് ഇത് തുടങ്ങുമ്പോൾ തന്നെ വീട്ടുകാർക്കൊക്കെ ഒരു വിശ്വാസത കുറവുണ്ടാവും, സ്വാഭാവികമാണ്. ഇത് ഇങ്ങനെ തീർക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഉമ്മ കൂടെ ഉണ്ട്. ഉമ്മാന്റെ പ്രാർത്ഥന പറയുമ്പോൾ അല്ലാതെ ഇമോഷനായി പോകും. കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് ഉമ്മാക്കുള്ളൊരു ഗിഫ്റ്റ് ആണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഉമ്മാന്റെ തുടക്കമാണ്. വർക്ക് തുടങ്ങിയത് ഉമ്മാന്റെ ഒരു കൈ കൊണ്ടാണ് തുടങ്ങിയത്, അതിനുള്ള പൈസ കൊടുത്തത്. പിന്നെ തറ കുറ്റി അടിച്ചത് ഉമ്മയാണ്, തറക്കല്ലിട്ടത് ഉമ്മയാണ്, വാർപ്പിന് കോൺക്രീറ്റ് ഇട്ടത് ഉമ്മയാണ്. അവസാന ഘട്ടം എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഉമ്മാന്റെ കൈ കൊണ്ട് തുറന്ന് കയറാന്നുള്ളത്. അത് വളരെ സന്തോഷമായി. ഉമ്മാന്റെ കൈ കൊണ്ട് തന്നെ തുറന്ന് കയറാൻ പറ്റിയെന്നുള്ളത്. അപ്പൊ ഉമ്മാന്റെ ഒരു പ്രാർത്ഥന എനിക്ക് കൂടെ ഉണ്ട്. എന്തുകൊണ്ട് പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളൊരു എനിക്കൊരു കോൺഫിഡന്റ് ഉണ്ട്. ഉമ്മാന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്നുള്ളൂ. പക്ഷെ അതോടൊപ്പം ഉമ്മാക്ക് ഒരു വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഈ ഇത്രയും വർക്ക് എടുക്കുമ്പോൾ പല ആൾക്കാരും പറയും ഓന് ഭ്രാന്താണ്, എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടുണ്ടെന്നുള്ള അതൊക്കെ കേൾക്കുമ്പോൾ ഉമ്മാക്ക് ഭയങ്കര സങ്കടം. എൻ്റെ മോനെ ഇതിൽ നിന്ന് കയറി ഇരിക്കാൻ പെട്ടെന്ന് കഴിയൂലേ എന്നുള്ളൊരു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ആ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് ഉമ്മാന്റെ മുഖത്ത് കണ്ട സന്തോഷം അത് വളരെ ഇമോഷണൽ ആയിപ്പോയി. ഉമ്മ എല്ലാം ഹാപ്പി ആയില്ലേ? സന്തോഷായില്ലേ? ഇതിങ്ങനെ തീരുന്നു വല്ലത് പ്രതീക്ഷ? മോൻ പോണ പോക്ക് കണ്ടപ്പോ തീർന്നു. അൽഹംദുലില്ലാ അല്ലേ?
റാത്തായി. നമുക്ക് ഈ വീടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ? വീടിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കാം. ഇങ്ങനെയൊക്കെ വീട് ഉണ്ടാക്കുമ്പോൾ ആർക്കിടെക്ട് ആരാ, എഞ്ചിനീയർ ആരാന്നുള്ള ചോദ്യം അതുണ്ടാവും സ്വാഭാവികമായിട്ടും. ഒന്ന് പറഞ്ഞു കൊടുത്താൽ ആരാ ഇതിന്റെ പിന്നിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാല് നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ കയ്യില്ല, ഒരു ആർക്കിടെക്റ്റിന്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ സ്വന്തം അനിയൻ തന്നെ ഒരു ആർക്കിടെക്റ്റാണ്. അപ്പോൾ അവനോട് ഞാൻ കോഴിക്കോടുള്ള ഒരു പ്രശസ്ത ഇന്റീരിയർ ഡിസൈനർ ജൈൻ ബിലാത്തിക്കുളം ചേട്ടൻ്റെ വർക്കുകൾ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് എന്നാണ് എനിക്ക് വന്നത്. ആ കോൺസെപ്റ്റ് ഞാൻ അനിയനായിട്ട് ഷെയർ ചെയ്തു. അവന്റെ ഹെൽപ്പ് ഉണ്ടായി. അതാണ് ഈ ഒരു ഡിസൈനായി അങ്ങനെ ഈ ഒരു ഡിസൈനിലേക്ക് എത്തിയത്. ഓക്കെ, അതിൽ എടുത്തു പറയേണ്ടത് ഈ ഒരു സംഭവം, ഈ ഒരു എ ഫ്രെയിമിന്റെ സ്റ്റൈലില് ഇതുപോലുള്ള ക്ലാസിക് വീടുകൾക്ക് കാണുന്ന സംഭവമാണ് അല്ലെ. ഇതിന്റെ മൊത്തം വുഡൻ ഫീലാണ് വന്നിരിക്കുന്നത്. വുഡൻ ആണോ എന്നുള്ളൊരു സംശയം. വുഡ് സത്യത്തിൽ ഇത് മെറ്റലാണ്. മെറ്റൽ നമുക്ക് ജിഐനെ ഫ്രെയിം വെച്ചിട്ട് ചെയ്തു. അതൊരു വുഡ് ഫിനിഷിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള ഈ ഉള്ളിലൊക്കെ വരുന്നത്. അതേപോലെ കാസ്റ്റ് വർക്കുകൾ ബ്രാസിലേക്ക് ആക്കി കൊണ്ടുവന്ന്. ഓക്കെ, പിന്നെ ഇതൊരു ക്ലാസിക് സ്റ്റൈലാന്ന് പറഞ്ഞല്ലോ. അത് കൂടാതെ ഒരു യൂറോപ്യൻ ടച്ച് മേലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു യൂറോപ്യൻ സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട്. എത്ര ഇതിന്റെ ഹൈറ്റ്? ഈ ഹൈറ്റ് നല്ല വേണമെന്നുള്ളത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ രണ്ട് ഭാഗത്തുള്ള ഡോർമർ വിൻഡോകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മളൊരു യൂറോപ്യൻ ടച്ച് കൊണ്ടുവരാൻ വേണ്ടിട്ട് ചെയ്തതാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോ ഇത് 2 നില വീടാണോ എന്ന് എനിക്കൊരു സംശയം. എത്ര നില ഉണ്ട് ഇതിന്റെ വീടിന്റെ? 2 നിലയേ ഉള്ളൂ. 2 നില. നമ്മളത് രണ്ടാം നില റൂഫ് ഇട്ടേല് മുകളിൽ ഒരു മച്ചും കൂടി വന്നു. മച്ച് വരും. നമുക്ക് ചൂട് കുറയാനൊക്കെ അതിന്റെ ഒരു എലിവേഷന്റെ ഭംഗിക്ക് വേണ്ടിട്ട് കൊടുത്തു. പിന്നെ ഈ ഒരു സ്റ്റെപ്പുകൾ കണ്ടില്ലേ, ഗ്രാനൈറ്റിൽ ചെയ്തു. ഇതിലേക്ക് വരുന്ന ടൈലുകൾ, ഒരുപാട് തരം ടൈലുകൾ ഇവിടെ ഇങ്ങനെ കാണുക. അത് അത്തംകുടി സ്റ്റൈലിൽ വരുന്ന ടൈല്. ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടെത്തിയതായിരിക്കുമല്ലോ അല്ലെ? തീർച്ചയായിട്ടും അത്തംകുടി ടൈലായിരുന്നു. തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് നമ്മൾ കാലാവസ്ഥക്ക് അനുയോജ്യമാകും എന്നുള്ളൊരു പേടി കൊണ്ട് നമ്മളതൊരു മൊറോക്കൻ സീരീസ് നമ്മൾ തെരഞ്ഞെടുത്തു വന്നു അല്ലെ. അപ്പൊ മാർക്കറ്റിൽ മൊറോക്കനിൽ തന്നെ ഒരുപാട് അത്തംകുടി ടച്ച് വരുന്നുണ്ട്. അപ്പൊ നമ്മളിത് പിന്നെ ഗുജറാത്തിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഗുജറാത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു. നേരിട്ട് നമ്മൾ ഗുജറാത്ത് പോയിട്ടില്ല. നമ്മൾ കൊണ്ടുപോയി ഒരു സുഹൃത്ത് റൈസ് എന്നൊരാളുണ്ട്. അദ്ദേഹം മുഖേന നമുക്ക് നമ്മൾ കാറ്റലോഗ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡല് ഗുജറാത്ത് നമുക്ക് എത്തിച്ചു തന്നില്ല. ഇവിടെ കാർപ്പറ്റ് തന്നെ സെറ്റ് ചെയ്ത് ടൈൽ തന്നെയാണല്ലേ? അത് ടൈൽ തന്നെയാണ്. ആ ടൈൽ തന്നെയാണ്. ഒരു ഗ്രാനൈറ്റ് ഫീല് വരുന്നുണ്ട്. ഇതുപോലുള്ള വീടിനൊക്കെ ഇത് അനുയോജ്യമാണ് കേട്ടോ. ഇനി ഇതില് തൂണിന്റെ കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ തൂണ് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോവാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. ഇതൊക്കെ നല്ല മെറ്റാലിക് ചെയ്ത്. ഇത് പലർക്കും സംശയം ഉണ്ടാവും, ഇത് മരമാണോ കോൺക്രീറ്റ് ആണോ എന്നൊക്കെ. ഇതെന്താണ് സംഭവം ആക്ച്വലി? ഇത് സത്യത്തില് പിന്നെ കോൺക്രീറ്റ് ചെയ്തിട്ട് നമ്മൾ പ്ലാസ്റ്ററിംഗിൽ ചെയ്തെടുത്താണ്. എന്നിട്ട് അതിന്റെ ഒരു വുഡ് ഫിനിഷിലേക്ക് കൊണ്ടുവന്നു. കുറച്ച് ബ്രാസിന്റെ കുറച്ച് പിന്നെ വർക്കുകളൊക്കെ കൊടുത്ത് കുറച്ച് ഡീറ്റെയിൽ കൊടുത്ത് ഒരു വുഡ് ഫിനിഷിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇങ്ങനെ കുറെ തൂണുകൾ വരുന്നുണ്ട്, രണ്ട് സൈഡിലേക്കായിട്ട് തൂണുകൾ വന്നു. ഈ പില്ലേഴ്സ് ഒക്കെ നമ്മൾ വരിക്കാശ്ശേരി മനയില് കണ്ട സെയിം പില്ലറുകളാണ്. സെയിം പില്ലറുകൾ നമ്മൾ പറഞ്ഞല്ലോ അനിയന് കൊടുത്തു. വ്യൂ പോയിന്റ് തന്നെ അവർക്ക് കൊടുത്തപ്പോൾ അവർ ആ രീതിയിൽ അത് ഡിസൈൻ ചെയ്തു. വരിക്കാശ്ശേരി മനയിലുള്ള സെയിം മോഡലുകളാണല്ലേ. ഒരു ക്ലാസിക് ടച്ച് വരണമെങ്കിൽ എല്ലാരും റെഫർ ചെയ്യാൻ നേരെ വരിക്കാശ്ശേരി മനയായിരിക്കും. പക്ഷെ ഇതൊന്നും ഞാൻ ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തല്ലേ ഫെറോസിമെന്റിലോ? ഒറിജിനൽ ചക്കനെയാണ്. തീർച്ചയായും. ഈ മരങ്ങൾ ഇവിടെ ആദ്യം ഉള്ളതാണ്. ആ മരങ്ങൾ ആദ്യം സ്ഥലത്തുള്ളതാണ്. അപ്പൊ നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ അടുക്കുന്നു കണ്ടപ്പോ ചക്കൊക്കെ നമ്മള് പല എടുക്കാൻ നോക്കിയപ്പോ തൽക്കാലം അവിടെ നിൽക്കട്ടെ, ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് ഒരു ഭംഗിയാവും എന്നുള്ള നിലക്ക് അവിടെ നിർത്തിയെന്നുള്ളൂ. ഇനി അത് പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് കൂട്ടാൻ ശരിക്കും ഇതുപോലതൊക്കെ സിമെന്റിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ വീടിന്റെ മുന്നിൽ വെക്കണ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിന്റെ ആവശ്യം വന്നില്ല. ഇവിടെ നമ്മള് ലാറ്ററൈറ്റ് കൊടുത്തു അല്ലെ. ലാറ്ററൈറ്റ് അതുപോലെ ടെക്സ്ചറും ഫിക്സ് ചെയ്ത്. അതാണ് ഇതിന്റെ മൊത്തം തറ. ഈ ഒരു ഹൈറ്റ് വേണം അതുപോലുള്ള വീടുകൾ. തുടക്കം മുതൽ നമുക്ക് ഈ രീതിയിൽ കൊണ്ടുവരെങ്കിൽ നമ്മൾ തറ മുതലേ ശ്രദ്ധിക്കണം. നമ്മളെ കൂട്ടത്തിൽ തന്നെ തറ തന്നെ ഹൈറ്റ് കൂട്ടി ചെയ്തു. അപ്പൊ വ്യക്തമായ പ്ലാനിങ് നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തറ തന്നെ നമുക്ക് പൊക്കിയെടുക്കാം. ഇതിപ്പോ ഈ വീട് എന്ന് പറഞ്ഞാൽ 2 സൈഡിലേക്കും ഒരുപോലെ ഡിസൈൻ അല്ലെ. നേരെ നമ്മൾ കയറുകയാണെങ്കിൽ 2 സൈഡിലേക്കും വരാന്ത ഒരുപോലെ, അങ്ങനെയാണല്ലോ അതിന്റെ ഒരു സ്റ്റൈല് വരിക. സെന്ററിൽ എൻട്രൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മൾ നിൽക്കുന്ന എൻട്രൻസിലാണ് ഒരു ഫീൽ, ഒരു വൈബ് ഇവിടെ കിട്ടുന്നുണ്ട്. സീലിംഗിലേക്ക് നോക്കുമ്പോൾ അതുപോലെ ചുവരിലേക്ക് നോക്കുമ്പോൾ ഗ്രാൻഡ് എൻട്രൻസ്. ഇതിൽ ഒരുപാട് ഡീറ്റെയിൽ ഞാൻ ശ്രദ്ധിച്ചു പറഞ്ഞാലേ, ഇതുപോലെ വീടുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഡീറ്റെയിലുകൾ കൊടുക്കാന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഓരോന്നും ഡീറ്റെയിൽ. എങ്ങനെ ഇത്ര ഡീറ്റെയിലേക്ക് വന്നു? ഒന്ന് നമ്മള് വർക്കേഴ്സ് നമുക്ക് കിട്ടിയ പണിക്കാർ വളരെ ഭംഗിയായിരുന്നു. എല്ലാ തറ കെട്ടുന്ന അന്ന് മുതൽ ലാസ്റ്റ് പെയിന്റിങ് ഫിനിഷിംഗ് വർക്ക് വരെയുള്ള പണിക്കാർ അവരെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഈ രീതിയിൽ വീട് എത്തിച്ചതിന് ഏറ്റവും വലിയ ക്രെഡിറ്റ് പണിക്കാർക്ക്. നമ്മളെ ആശയങ്ങൾ അവരായിട്ട് ഷെയർ ചെയ്തു. പിന്നെ ഒരു ആർക്കിടെക്റ്റിന്റെ സഹായം ഉണ്ടെന്നല്ല, അതിലുപരി
വർക്കേഴ്സിനാണ്, പണിക്കാരാണ് ഈ രീതിയിലൊക്കെ അവരോട് എന്നൊരു കടപ്പാട് എപ്പോഴും ഉണ്ടാകും. ഓക്കെ, നിങ്ങളോടുള്ള നന്ദി അവിടെ അറിയിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ടോ. പിന്നെ മറ്റൊരു കാര്യം, ഇതിൽ വന്നിരിക്കുന്ന ഗ്ലാസ് വർക്കാണ്. ഒരുപാട് അന്വേഷിച്ചിട്ടാണ് പലരും ഇങ്ങനത്തെ ഗ്ലാസ്സുകൾ കണ്ടെത്താറുള്ളത് അല്ലെ. ഇത് നിങ്ങൾ ഒരുപാട് അന്വേഷിച്ചോ? ഇത് ഒരുപാട് അന്വേഷിച്ചു. അപ്പോൾ ഒരു ഫ്ലോറ എന്ന് പറഞ്ഞൊരു കളർ ഗ്ലാസ് ആണ്. അതെ, ഇത് പഴയ തറവാടുകളിലും പിന്നെ നമുക്ക് കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇത് കാണാൻ വലിയ പ്രയാസമാണ്. അപ്പൊ തേടി പിടിച്ച് നമുക്കിവിടെ അടുത്തുനിന്ന് തന്നെ അത് എടുക്കാൻ പറ്റി, ചെയ്യാൻ പറ്റി അല്ലേ. ഇത് ഈ ഒരു വീടിന്റെ പല ഭാഗത്തും ഇങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ നല്ലൊരു ഇരിപ്പിടം കൊടുത്തു, ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ. സാധാരണ സിറ്റ് ഔട്ട് ഐഡിയ അല്ലല്ലോ വീടുകൾക്ക് ഉണ്ടാവുക, അതിലേക്ക് മാച്ച് ചെയ്യുന്ന ഒരു സിറ്റിംഗ് കൊടുത്തു. ഈ ഒരു എൻട്രൻസിൽ ഇവിടെ നിന്നാൽ തന്നെ ആ ഒരു ഗാംഭീര്യം, ആ തറവാടിന്റെ ആ ഒരു ഫീല് കിട്ടൂലേ. തീർച്ചയായിട്ടും അതിന് വേണ്ട എല്ലാ എലമെന്റ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ പറയുമ്പോൾ പലരും വിചാരിക്കും ഇതിന്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല, ഇത് ഉള്ളില് ഉണ്ടാവോ? നോക്കാം നമുക്ക്. ഗ്രാൻഡ് എൻട്രൻസ് ആണ്, വുഡൻ ഡോർ ആണ്, ഒരുപാട് വർക്കേഴ്സ് ഒരുപാട് മെനക്കെട്ടിട്ടാണ് ഇത് വുഡിൽ അല്ലേ. ഇതൊക്കെ വുഡ് തന്നെയാണ്, വുഡ് എലമെന്റ് ആണ്, ഇതെല്ലാം വുഡാണ്. നമുക്ക് അകത്തൊന്ന് കയറി നേരെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ്. സാധാരണ വീടിന് കാണുന്നതല്ല. ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആംബിയൻസ് ഇന്ന് എങ്ങോട്ടാ നോക്കേണ്ടതെന്നുള്ള ആശങ്കയാണ്. ഫ്ലോറിലേക്ക് നോക്കിയാൽ അടിപൊളി മൊറോക്കൻ, അടിപൊളി പാറ്റേൺ, കാർപ്പറ്റ് ഒക്കെ അതുപോലെ കൊടുത്തിരിക്കുകയാണ്. സീലിംഗിലേക്ക് നോക്കിയാൽ സീലിംഗ് മൊത്തമായിട്ട് വുഡൻ ആംബിയൻസ്, വുഡൻ ഫീല്. ഇതാട്ടോ ഇതിന്റെ ഒരു ലിവിങ് ഏരിയ അല്ലെ. ലിവിങ് ഏരിയയിൽ ഇതെല്ലാം വുഡില് ചെയ്ത പോലെ തന്നെ തോന്നുന്നല്ലോ. വുഡില് കുറച്ചൊക്കെ വുഡ് ഉണ്ട്, എന്നാലും കൂടുതൽ അത് ഫെറോസിമെന്റ് വർക്കുകളാണ്. നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ പെയിന്റിൽ നമുക്ക് അത് ഒരു വുഡ് ഫിനിഷിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിലേക്ക് വരുന്ന ലൈറ്റുകളൊക്കെ കസ്റ്റമൈസ്. നിങ്ങൾ എങ്ങനെയാണ് ഇതുപോലുള്ള ലൈറ്റുകൾ? നേരത്തെ പറഞ്ഞത് നമ്മളൊരു 5 വർഷത്തെ എഫേർട്ട് ഇതിന് പിന്നിലുണ്ട്. അപ്പൊ നമ്മള് കൂടെ നിന്ന് ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ അതൊക്കെ നമ്മള് യാത്രകളാണ്, പിന്നെ പല സ്ഥലങ്ങളിലുള്ള യാത്രകളിൽ നമുക്ക് ഇതുപോലെ ഓരോ സാധനങ്ങൾ നമ്മൾ ആ യാത്രയിൽ നമ്മൾ കളക്ട് ചെയ്ത് വെക്കും. തീർച്ചയായിട്ടും അതൊക്കെ നമ്മളെ യാത്രയിൽ നമ്മളെ അന്വേഷണങ്ങളും അതൊക്കെയാണ് ഈ രീതിയിലേക്ക് എത്തിയത്. അതെ, വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പഠിക്കുക എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കാണുന്നത്. ലൈറ്റുകളാണെങ്കിലും ഇതുപോലുള്ള ഇത് സ്റ്റെൻസിലാണ്. അതെ, ഇതൊരു സെൻസിൽ വർക്കാണ്. കേട്ടോ അവിടെ വന്നിരിക്കുന്നത്. അതിന് പെയിന്റ് വന്നു. അതുപോലെ ഇതിൽ വന്നിരിക്കുന്ന ഈ പൈപ്പുകളൊക്കെ സാധാരണ പൈപ്പ് പോലല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള പൈപ്പ് അല്ലേ, അതുപോലും ശ്രദ്ധിച്ചു. ഫ്ലോറിംഗിൽ കണ്ടു. പിന്നെ ഈ കാണുന്നത് ഇത് അടിപൊളി, നമ്മളെ ഈ ഒരു താജ്മഹലിന്റെ ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ കാണുന്ന ഒരു പാറ്റേൺ ആണ്. മൊറോക്കനിൽ ഇത് തെരഞ്ഞു നടന്നത്. ഇതൊക്കെ മൊറോക്കൻ സീരീസിൽ കിട്ടിയതാണ് അല്ലേ. ഓക്കെ, ഇതിലൊരു വുഡൻ ദേതോ ഇത് ഇവിടെ കൊടുത്തു. ഇതെല്ലാം വുഡാണ്. ഈ ബെൽറ്റ് പോലെ നമ്മളൊരു ഈ സാധനങ്ങളൊക്കെ കൊടുത്തു, ഇതൊക്കെ ഫുള്ള് വുഡാണ് അല്ലേ. അപ്പൊ ഈ ഒരു ഭാഗത്ത് TV ഏരിയ കൊടുത്തു, സ്റ്റെയർ കൊടുത്തു അല്ലെ. സ്റ്റെയറിന്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് അന്വേഷിച്ച് പിടിച്ചോ? ഇതൊക്കെ നമ്മള് കോയമ്പത്തൂരാണ്, അങ്ങനെയൊക്കെ പോയി സാധനങ്ങൾ സെലക്ട് ചെയ്താണ്. ഓക്കെ, അതൊക്കെ ഇതിൽ പറയേണ്ടതാണ്. പിന്നെ ഇവിടെ ഒരു സംഭവങ്ങള് രാജസ്ഥാനി വിൻഡോ, രാജസ്ഥാനി മേലെ രാജ്ഞിയൊക്കെ ഈ ഒരു കിളിവാതിൽ ഇരുന്ന് അടിയിലേക്ക് നോക്കുന്ന ആ ഒരു ഫീല് കിട്ടുന്ന സംഭവം കേട്ടോ. ഡെമോ ആണ്, അതിന്റെ ഒരു ചെറിയ മിനിയേച്ചർ ആണ്. അതുപോലെ ഇവിടെ വലിയ ഒരു ബുക്ക് വെക്കുന്നു. ഇതൊരു ഫയർ പ്ലേസ്, അതായത് തീ ഇവിടെ വരണം. തീ തൽക്കാലം തീയില്ല. ഫയർ പ്ലേസിന്റെ ഒരു ഡെമോ മാത്രമാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നല്ലൊരു കോറിഡോർ. ഇവിടെ ഒരു പരവതാനി വിരിച്ചതുപോലെ കാണുന്നുണ്ടല്ലോ. ഇത് അങ്ങനെയുള്ള ഒരു ടൈൽ അവിടെ കൊടുത്തിരിക്കുന്നത്. എൻഡില് വാഷ് ബേസിന് അല്ലെ. വാഷ് ബേസിന് ഈ ഒരു ഏരിയയിലുണ്ട്. 2 വിൻഡോ അവിടെ കൊടുത്തു. സീലിംഗിലും നല്ല പാറ്റേണുകൾ കൊടുത്തു. ഇവിടെ കുറച്ച് ഉള്ളിലേക്ക് തള്ളിയിട്ട് അങ്ങനെയാണ്. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. പിന്നെ ഈ ചുമരിലൊക്കെ പെയിന്റിന് പകരം ഇവിടെ കാണല്ലേ നല്ല ടെക്സ്ചറാണ്, ഒരു പാലസ് ഫീല് കിട്ടുന്ന ടെക്സ്ചറുകൾ. ഇനി ഇവിടെ ഡൈനിങ് സ്പേസ് ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലേക്കാണ് ഡൈനിങ് സ്പേസ്. അതിലെ ഡോറുകളും നിങ്ങൾ ഈ ഒരു 4 പോർഷന് വരുന്ന ആ ഒരു കൺസെപ്റ്റ് അല്ലേ. അതെ, ഇത് പഴയ തറവാടുകളിലൊക്കെ കാണുന്ന നമുക്ക് ഒരു കിളിവാതിൽ മോഡൽ ചെയ്ത് അത് ഓപ്പൺ ചെയ്യാം. 4 ഡോറായിട്ട് ഓപ്പൺ ചെയ്യാം, 4 തന്നെ ഓപ്പൺ ചെയ്യാം. അതുപോലെ സ്റ്റെപ്പ് അപ്പ് പണ്ടൊക്കെ കാലെടുത്ത് ഇങ്ങനെ വെക്കണം എന്നാണ് പറയാറ്, അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റുകൾ, ഈ വിൻഡോ എല്ലാം. പിന്നെ ഇതിൽ ചെയർ, നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാലും ഏതെങ്കിലും ഫർണിച്ചർ വാങ്ങിയിടുക, ഇവിടെ അങ്ങനെ വാങ്ങിയിട്ടതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സോഫിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം? അത് ഫർണിച്ചർ മാത്രമല്ല, നമ്മൾ ഒരു സാധനം നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് കാണുന്ന സാധനങ്ങൾ വാരി വലിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ഫർണിഷ് ചെയ്തിട്ടില്ല. ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മളൊക്കെ തന്നെ മരം എടുത്ത് നമ്മളെ മില്ല് പോയി ഇരുന്ന് നമ്മളത് കാർപ്പൻറ്ററെ കൊണ്ട് കൊത്തിച്ച് ഇവിടുത്തെ പെയിന്റർമാർ പോളിഷ് ചെയ്ത് നമ്മൾ കുഷൻ ചെയ്യിപ്പിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്ത സാധനങ്ങളാണ്. ഓക്കെ, ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു ഈ വീടിന്റെ
ഹാളിലൊക്കെ നിന്നു. പക്ഷെ ഒരു സംശയം, ഇത് 2500 സ്ക്വയർ ഫീറ്റ് ആണ്. 2500 ചെറിയ 3 ബെഡ്റൂമാണ് താഴെ 3 ബെഡ്റൂമും താഴെ 3 ബെഡ്റൂം. ഓക്കെ, വളരെ ചെറിയ സ്പേസിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തറവാട് വീട് പോലെ അല്ലെ? മാക്സിമം ആൾക്കാരെ ഉൾക്കൊള്ളിക്കാം. അതില് ഉമ്മ അടിയിൽ നമുക്ക് വേണല്ലോ, സ്റ്റെപ്പ് കയറലൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു റൂമും കൂടെ, 3 റൂം അടിയിൽ, 2 റൂമും മേലെ. മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നിരിക്കുന്നത്. ഫ്ലോർ വെറൈറ്റി, സീലിംഗ് സിമ്പിൾ ആയിട്ട് വുഡൻ ഫീല്, ആ ഒരു പെർഗോള സ്റ്റൈലോടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു അറബിക് ടച്ചും കൂടി ഉണ്ട് കേട്ടോ അതിന്റെ മേലേക്ക് വരുമ്പോ. ക്ലാസിക് മൊത്തത്തിൽ വരുമ്പോ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ കട്ടിലും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്തു. ഒരു നല്ലൊരു പ്രൗഢി വേണമെന്നുള്ള ഒരു ഇതിൽ നമ്മൾ ചെയ്തതാണ്. അതേ ഫാബ്രിക്കിൽ തന്നെ ചെയ്ത. അപ്പൊ വാർഡ്രോബ് ആണെങ്കിലോ? വാർഡ്രോബ് നമ്മൾ ആ ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിന് അതിന്റെ പഴയ സ്റ്റൈലില്, അതെ, പഴയ ചെയറിലൊക്കെ അത് കെയിൻ ഷീറ്റ് ആണത്. പക്ഷെ ഗ്ലാസ് കെയിൻ ഷീറ്റ് കൊടുത്തിട്ട് അതിന്റെ ബാക്കിൽ നമ്മൾ ഗ്ലാസ് ഇട്ട് ഒരു വുഡൻ ഫിനിഷിലേക്ക് കളർ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കി ട്രഡീഷണൽ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയും ഫ്ലോറില് പാറ്റേൺ അല്ലേ? ഒരുപാട് മൊറോക്കൻ പാറ്റേൺ ആയല്ലോ. മൊത്തം മൊറോക്കൻ തന്നെ ചെയ്തിട്ടുണ്ട്. മൊത്തം മൊറോക്കൻ ആണ്. പിന്നെ ഇത് കൺഫ്യൂഷൻ ആവില്ല, ഇന്ന റൂമുക്ക് ഇത്, ആ റൂമുക്ക് ഇത്, അങ്ങനെ. അത് നമ്മള് ഫസ്റ്റ് തന്നെ ഓരോ റൂമിലേക്ക് എത്ര സ്ക്വയർ ഫീറ്റ്, ആ റൂമിലേക്ക് നമ്മൾ വേറെ ടൈലിന് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓരോന്നും പ്ലാൻഡ് ആണ്. പിന്നെ ഇതിലേക്ക് കയറിയപ്പോ വിൻഡോ 3 എണ്ണം. സാധാരണ വിൻഡോ ഒക്കെ കർട്ടൻ ഇട്ട് മൂടുന്ന ഒരു സിസ്റ്റം ആണ് നമ്മളെ നാട്ടിലുള്ളത്. ഇവിടെ അത് വേണ്ട അല്ലെ? ഇവിടെ കർട്ടൻ ഇട്ടാലുള്ള ഭംഗി പോവാം നമുക്ക്. ഇതൊരു ഇന്റീരിയറിന്റെ ഒരു പാർട്ടാണ് ഇതൊക്കെ. ഈ കളർ ഗ്ലാസും ഫ്ലോറും എന്നൊക്കെ പറയുമ്പോൾ ഇന്റീരിയറിന്റെ പാർട്ടായിട്ട് മാറി. ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് കർട്ടൺ ഇടാതെയാണ് ഇത് അങ്ങനെ ഭംഗിയുള്ളത് അല്ലെ? അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഭംഗി നമുക്ക് കാണാനും പറ്റുള്ളൂ. ഈ ഒരു റൂമിൽ നല്ലൊരു ബെഡ് കോട്ട്, ഈ ഒരു ഭാഗത്ത് വാർഡ്രോബും കൊടുത്തു അല്ലെ? ഒരു ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തു. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. റൂമിന്റെ ഒക്കെ സൈസ് പറയുമ്പോൾ ഏകദേശം എത്ര ഉണ്ടാവും? സൈസ് ഒക്കെ വളരെ മിനിമൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു 3.5 മീറ്റർ ആ ഒരു സൈസ്, ഒരു അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട ഒരു സൈസ്. വീട് ചെറുതാണെങ്കിലും റൂം കുറയരുത്, അതൊരു കണ്ടീഷൻ തന്നെയാണ്. കാരണം അതിന്റെ ബുദ്ധിമുട്ട് പിന്നീട് മനസ്സിലാവുള്ളൂ. പിന്നെ വീട്ടിൽ എച്ചുകൂട്ടി ഉണ്ടാക്കിയ ഒരു സുഖം ഉണ്ടാവില്ല. ഇത് മൂന്നാമത്തെ റൂമാണ്, ഗ്രൗണ്ട് ഫ്ലോറിലെ. ഇവിടെയും പക്ഷെ കോംപ്രമൈസ് ചെയ്തില്ല, ഡിസൈൻ ഒക്കെ സെയിം പാറ്റേൺ. സീലിംഗിൽ ഇത് എങ്ങനെയാണ് സീലിംഗിലൊക്കെ ഇത് നമ്മള് ഫിനിഷിലേക്ക് കൊണ്ടുവന്നത് നമുക്ക് ഇതൊക്കെ സിമെന്റ് വർക്കുകളാണല്ലോ. പെയിന്റ് ചെയ്ത് അങ്ങനെ പെയിന്റിംഗുകാർക്ക് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ഫെറോ സിമെന്റില് വുഡ് ഫിനിഷിലേക്ക് എത്തിച്ചാണ്. വാർഡ്രോബ് നേരത്തെ പറഞ്ഞ പോലെ കെയിന്റെ ഡിസൈനും ഡിസൈനും മിക്സ് ചെയ്ത് കൊടുത്തു. ഫ്ലോറിംഗിൽ ഒന്നും പിന്നെ ഒരു സംശയം വേണ്ട, ഫ്ലോറിംഗിൽ സ്പെഷ്യൽ പാറ്റേൺ ഉണ്ടായിരിക്കും അല്ലെ? മൊറോക്കനിൽ ഇത്ര പാറ്റേൺ ഉണ്ടോ എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് സംശയം തീർന്നത്. അടിപൊളി ഗ്ലാസോട് കൂടിയ ഒരു ഡോറ് കാണാം. കിച്ചണിലേക്കാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. ഫ്ലോറിലും നല്ല മൊറോക്കൻ, അതേപോലെ സീലിംഗ് എല്ലാം പാറ്റേൺ കൊണ്ട് സമ്പുഷ്ടമാണ് എന്ന് പറയാമല്ലോ അല്ലെ? ഭാര്യ കിച്ചണിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ ക്ലാസിക് ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസ് ഇവിടെ കണ്ടു, പക്ഷെ കിച്ചണിൽ വന്നപ്പോ എനിക്ക് കുറച്ച് മോഡേൺ ഐഡിയാസ് ആണ് കാണുന്നത് അല്ലെ? അത് ഒന്നാമെന്ന് വെച്ചാല് ഹൗസ് വാമിങ്ങിന്റെ തിരക്കൊക്കെ ആയിട്ട് സൗണ്ട് ചെറുതായിട്ട് പോയി. അതായത് വന്ന ആൾക്കാർക്കൊക്കെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് സൗണ്ട് തീർന്നു അല്ലെ? ഈ പിന്നെ വർക്ക് നടക്കുന്ന സമയത്ത് ഇവരെ ഒരു റിക്വയർമെന്റ് എന്താ വെച്ചാല് കിച്ചൺ മോഡുലാർ ആയിരിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല, കോംപ്രമൈസ് ഇല്ലാതെ നമ്മൾ ഒരു മോഡുലാർ കിച്ചൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും എല്ലാം WPC ചെയ്താണ്, അക്രിലിക് ഫിനിഷ് ആണ്. അതുപോലെ ടൈൽ 45 ചെയ്ത് നല്ല വൈറ്റ് കൗണ്ടർ കൊടുത്തു അല്ലെ? എല്ലാ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടാൻഡ ബോക്സുകൾ കൊടുത്തു, പുൾ ഔട്ട് യൂണിറ്റ് കൊടുത്തു, അതുപോലെ വെജ് ബാസ്കറ്റ് കൊടുത്തു. ഒന്നിനും കോംപ്രമൈസ് ചെയ്തില്ല അല്ലെ? എല്ലാം ഇവിടെ സെറ്റ് ആണ്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന നല്ല ബേസുകളും ഉണ്ട്. ഇവിടെ സിങ്ക് അല്ലെങ്കിൽ സിങ്കില് ഒരു മോഡേൺ സിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. അതെ, ഒരു മൾട്ടിപർപ്പസ് സിങ്ക് ആണ്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ഇതിൽ പ്യൂരിഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കുടിവെള്ളം ഇതിലൂടെ കിട്ടും. അതെ, പ്യൂരിഫയർ അടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുടിവെള്ളം യൂസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ആ രീതിയിൽ സെറ്റ് ചെയ്തു അല്ലെ? സാധാരണ സിങ്കിന്റെ അടുത്തൊന്നും ആരും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കാണുന്ന രീതിയിൽ ആ ഭംഗി പോകുന്ന രീതിയിലുണ്ടായത്. പക്ഷെ ഇവിടെ എല്ലാം സെറ്റ് ആണ്. പ്ലേറ്റ് ട്രേ അല്ലെങ്കിൽ GTPT കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു. ഇവിടെ റോളിംഗ് ഷട്ടർ കൊടുത്തു അല്ലെ? ഓക്കെ, നമുക്ക് മിക്സി ഒക്കെ ഹൈഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ആണ്. അതുപോലെ ഇവിടെ എക്സ്ട്രാ ഓപ്പണബിൾ ഇങ്ങനെ കൊടുത്തു. എല്ലാം മാക്സിമം ചെയ്തിട്ടുണ്ട് അല്ലെ? കിച്ചണായിട്ട് കുറച്ചു എന്നുള്ള കംപ്ലൈന്റ് വരരുത്. ഹുബ് ആൻഡ് ഹുഡ് ഇവിടെ വന്നു അല്ലേ? അതേപോലെ ഇങ്ങോട്ട് വരാണ്. ഇവിടൊക്കെ ഇതാ മാക്സിമം സ്റ്റോറേജ് അത് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രിഡ്ജ് ഇവിടെ വന്നു. അവിടെയൊക്കെ സ്റ്റോറേജ് തന്നെ, മൊത്തം സ്റ്റോറേജ് ആണ്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയും സ്റ്റോറേജ്. ഇവിടെ ഓവന് കൊടുത്തു.
ഇത് ടാൻഡം ബോക്സ് ഇവിടെ എന്തോ ഒരു സംഭവം ഒളിഞ്ഞു. ടോൾ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? ടോൾ യൂണിറ്റ് കൊടുത്തു, ക്രോക്കറി ഷെൽഫ് കൊടുത്തു, ഓവനും കൊടുത്തു. ഇവിടെ എക്സ്ട്രാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു ചെറിയ അല്ലെ ഫോൾഡബിൾ അല്ല, മടക്കാൻ പറ്റുന്ന രീതിയിൽ. പക്ഷെ ഇതെന്താ ഇങ്ങോട്ടുള്ള? അത് നമുക്ക് പിന്നെ കിച്ചണിക്ക് 2 ആക്സസ് ഉണ്ട്. വാഷ് ബേസിലേക്ക് വേണ്ടിട്ട് 2 ആക്സസ്. പെട്ടെന്ന് പോകേണ്ട ആൾക്കാർക്ക് ഇതിലെ ഇങ്ങനെ പോകാം അല്ലെ? ഓക്കെ, അപ്പൊ മൾട്ടി പർപ്പസ് തന്നെയാണ് ഈ ഒരു വീട്. മൾട്ടി പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ ഹാളിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങോട്ട് എത്തുകയും ചെയ്യും. കിച്ചണിന് 2 ആക്സസ്, നേരെ ഇതിലെ കയറാം, ഇതിലെ ഇറങ്ങാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇങ്ങനെ കയറി വരിക, അടിപൊളി മരത്തിന്റെ ഒരു സ്റ്റെയർ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തം ഒരു മരത്തിന്റെ ഒരു ഫീലാ അവിടെ അല്ലെ? സ്റ്റെയർ ഫുൾ നമ്മൾ വുഡിൽ തന്നെയാണ് ചെയ്തത്. കോൺക്രീറ്റിൽ ചെയ്തിട്ട് വുഡിൽ പാനൽ ചെയ്ത് അതന്നെയാണ് ആ ഫീല് വരുന്നത്. ഓക്കെ, പിന്നെ അതിലേക്ക് എല്ലാം വുഡ്, ഇതൊക്കെ വുഡ് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലെ? ഇതെല്ലാം വുഡാണ്. ഇതൊക്കെ പിന്നെ കാസ്റ്റേണിൽ ചെയ്താണ് കേട്ടോ. കാസ്റ്റേണിൽ ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കാണ്ട് ഇവിടെ നല്ലൊരു ഫീല് കിട്ടണം അല്ലേ? കാസ്റ്റേണിന്റെ ക്ലാസിക് അത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന ഒരു വലിയ വിൻഡോ ഇവിടെ ഇങ്ങനെ കൊടുത്തു അല്ലെ? സ്റ്റെയർ ഏരിയയില് ഈ മൊറോക്കൻ ലൈറ്റും ഇതിലേക്ക് കറക്റ്റാ. ഇത് ടർക്കിഷ് ലൈറ്റ് പറയാം. ടർക്കിഷ് തന്നെയാണ്. ഓക്കെ, ടർക്കിഷ് പാറ്റേണുള്ള ഗ്ലാസുകൾ കഴിയുമ്പോൾ കാണാം. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളർ ഗ്ലാസ് നമുക്ക് അവിടെ കാണാം. അതിലുള്ള പാറ്റേൺ അതിലേക്ക് മാച്ച് ചെയ്യും. അതുപോലെ ഈ ഒരു ഏരിയ ഒരു ഫീലിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് എത്തിയിരിക്കുന്നത്. ഇത് വേറൊരു പാറ്റേൺ അല്ലേ അവിടെ? എല്ലായിടത്തും നമ്മൾ മാറ്റിയാണ് ടൈൽ ചെയ്തതാണ് അല്ലെ? എത്ര റൂമാണ് മേലെ വരുന്നത്? 2 റൂം, താഴെ 3 റൂം കേട്ടോ. ഒന്നാമത്തെ റൂമിലേക്ക് ഇതാ കയറുകയാണ്. ഫ്ലോറിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോകളാണ് സ്പെഷ്യലൈസ് ചെയ്ത് നോക്കണ്ടേ. ഫസ്റ്റ് ഫ്ലോറിലൊക്കെ കെർവാക്കി കൊടുത്തു. അത് ഫുൾ ആർച്ച് മോഡലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ആർച്ച് അല്ലേ? സാധാരണ ഒരു ആർക്കിടെക്ട് ടച്ചില് അല്ലെങ്കിൽ ആ ഡിസൈനിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. താഴെ സ്ക്വയർ പിന്നെ റൗണ്ട്. ഈ ഒരു ഏരിയയിൽ ഇത് പുറത്തേക്കുള്ളതാണ്. ഇതാണ് അടുത്ത റൂം അല്ലേ? ഇവിടെയും ഫുള്ള് ഇതേപോലെ ആർച്ച് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. സെയിം പാറ്റേണിൽ തന്നെ. ഫ്ലോർ ഡിഫറെന്റ് തന്നെയാണ് തോന്നുന്നില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫ്ലോറിംഗിൽ ഒരുപാട് കൺഫ്യൂഷൻ വരുമോ എന്ന് ചോദിച്ചാൽ അത് ആദ്യം തന്നെ നോട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ടെൻഷൻ ഇല്ല കേട്ടോ. ഇവിടെ ടെൻഷന്റെ ആവശ്യമില്ല. ഇങ്ങോട്ട് വിൻഡോ കാണണ്ടല്ലോ. ഇവിടെ നമുക്കൊരു ചെറിയൊരു സ്പെഷ്യൽ ഏരിയ, ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റ് എല്ലാം ഉണ്ട്. ഒരു സ്പെഷ്യൽ ഹിഡൻ ഏരിയ. ആ ഗ്ലാസ് ആണ് ഇതിലെ അട്രാക്ഷൻ. ഗ്ലാസ് വെറൈറ്റി ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ. പുറത്തേക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. അത് ഓപ്പണബിൾ ആണ്. ഓക്കെ, പുറമേ കാണാം. ഹൗസ് വാമിങ് കഴിഞ്ഞ് 2 ദിവസമായിട്ടുള്ളൂ. ഞങ്ങളെ കുറച്ച് കഷ്ടപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഇരിക്കാനുള്ള സൗകര്യം, പുറത്തുള്ള ഒരു കാറ്റ് ഒക്കെ കിട്ടാനുള്ള ഒരു ഫെസിലിറ്റി. അതെ, നല്ല മഴക്ക് പെയ്യുമ്പോൾ കട്ടൻ ചായ കുടിച്ച് ഒരു ഹാർമോണിയപ്പെട്ടിയൊക്കെ കൊണ്ടുവച്ച് നമുക്ക് വായിക്കാനോ പാടാനോ ഒക്കെ പറ്റിയ നല്ലൊരു ഗസൽ ഫീല് കിട്ടും ഇവിടെ. അതും കൂടെ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഇടം ഇവിടെ. ഫസ്റ്റ് ഫ്ലോറിലെ 2 റൂമേ 3 റൂമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും വിശാലമായിട്ടുള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ടാവുമ്പോ അത്ഭുതമാണല്ലേ? ഓടിട്ട് ഇവിടെ ഓപ്പൺ ടെറസ് ചെയ്തിട്ട് പിന്നെ ചെറിയൊരു മച്ച് സങ്കേതം ഉണ്ട് അല്ലേ? കലാകാരന്മാർക്ക് ഒരു സ്പെഷ്യൽ ഇടം വേണം വീട്ടില്. അതാണ് ഈ മച്ച് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് കയറി നോക്കാം. ഇതാ മച്ചിന്റെ മേലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. സാധാരണ ഒരു മച്ചല്ല, അത്യാവശ്യം വലിപ്പമുള്ള ഒരു മച്ച് തന്നെയാണല്ലോ അവിടെ. അതെ, നമുക്കൊരു പാർട്ടി വേണമെങ്കിൽ നടത്താലോ. ഒരു മജ്ലിസ് ചെയ്യാതെ നമുക്ക് കവാലി സെറ്റപ്പ് ഉണ്ട് തോന്നുന്നു. കവാലിയൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പിൽ ചെയ്താണ്. ഓക്കെ, ഇവിടെ ഗ്ലാസ് ഒക്കെ കൊടുത്തു. 2 കിളിവാതിലും ഉണ്ട് ഇവിടെ. ഓപ്പണബിൾ ആണ്. ഇതിങ്ങനെ തുറക്കല്ലേ? ഓ, അപ്പൊ ഇത് ശരിക്കും ഇത് 3 നില പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ. ഓടാണ് മൊത്തം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഓവർ ചൂട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. താഴേക്ക് ചൂട് കുറയും ചെയ്യും. അപ്പൊ ഇതാണ് ഈ ഒരു വീട്. ചെറിയ വീട് നമ്മൾ പറഞ്ഞ് ആകാശത്തേക്ക് ഇങ്ങനെ പോകും. എന്നാലും നമ്മൾ വലിയൊരു ആഡംബരമായിട്ട് ചെയ്തിട്ടില്ല. മാക്സിമം നമ്മള് ബഡ്ജറ്റ് കുറക്കാൻ ശ്രമിച്ചു. ഇതിന്റെ ചെലവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ആൾക്കാർ ഇത് എത്ര രൂപയായി, എത്ര കോസ്റ്റ് ആയി, നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ താല്പര്യം ഉണ്ടാവും. ഇത് ഒന്നാമത് 2500 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ഒതുക്കി അല്ലെ? ഒരു മിനിയേച്ചർ ബംഗ്ലാവ് എന്നൊക്കെ പറഞ്ഞ മാക്സിമം നമ്മൾ ചെറിയൊരു ഏരിയയിൽ വളരെ 11 സെന്റ് സ്ഥലത്ത് വളരെ 2500 സ്ക്വയർ ഫീറ്റിൽ ചെറിയൊരു വീട്. അത് നമ്മൾ വലിയൊരു ആഡംബര വീടൊന്നുമല്ല. മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ബഡ്ജറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഡീറ്റെയിലും അതിന്റെ ലേബർ ഒക്കെയാണ്. നിങ്ങൾ ആ പണിക്കാരെ കൂടെ അതെ, മാത്രമല്ല നമ്മൾ ഒരു 5 വർഷം കൊണ്ടാണ് സാവധാനം നമ്മൾ ഓരോന്ന് കണ്ടെത്തി മനസ്സിലാക്കി സാവധാനം 5 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കി.
നമ്മളെ വീട് മൊത്തം പരിചയപ്പെടുത്തു. അതിനൊരു ബേസിക് ഒരു എഞ്ചിനീയർ ഉണ്ടാവണല്ലോ. അദ്ദേഹമാണ് ഇദ്ദേഹം അല്ലെ, ബ്രദറാണ്. പേരെന്തായിരുന്നു? പേര് അബ്ദുൽ ജലീൽ. അബ്ദുൽ ജലീല് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി ബോണ്ടിങ് കൂടി ഉണ്ട് ഈ ഒരു വർക്കിന്റെ. ഉമ്മയെ നേരത്തെ കണ്ടു, അതോടൊപ്പം വലിയൊരു ആഗ്രഹമായിരുന്നു വാപ്പയും കൂടി ഉള്ള സമയത്ത് ചെയ്യണം മാറാന്നുള്ളത്. വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ വാപ്പ ഞങ്ങൾ വിട്ടുപിരിഞ്ഞു പോയി. വാപ്പ ഇല്ലാത്ത സമയത്ത് പിന്നെ ബാക്കി എന്നെ ഉമ്മതിൽ ഉൾപ്പെട്ടു എന്നുള്ള സന്തോഷം എല്ലാവരും ഉണ്ട്. എല്ലാ ഭാഗത്തും ഉമ്മയുടെ സപ്പോർട്ട് അല്ലേ? നേരത്തെ പറഞ്ഞല്ലോ, ഉമ്മാന്റെ പ്രാർത്ഥന. അതെ, അതാണ് എല്ലാം, വേറെ ഒന്നുമില്ല. അപ്പൊ ഇത്രയും ഒരു ചെറിയ പ്ലോട്ടിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 11 സെന്റാണ്. സാധാരണ ഇതുപോലുള്ള വീടുകളൊക്കെ കുറച്ച് വലുതായിട്ട് ഗ്രാൻഡ് ആയിട്ട് കാണില്ല. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആദ്യം. അതെ നമ്മൾ കുറഞ്ഞ വെച്ചാൽ നമ്മൾ കാരണവരെ വർക്ക് തന്നെ ആയതുകൊണ്ട് നമ്മൾ ഒന്നാമെന്താ വെച്ചാൽ കുറച്ച് ടൈം കിട്ടിയിട്ടുണ്ട്. പുറത്തത്തെ വർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കൂടുതൽ ടൈം കുറവേ കാരണം പെട്ടെന്ന് ആൾക്കാർക്ക് എന്ത് തീർന്നു കൊടുക്കേണ്ടി ടെൻഷനും കാര്യങ്ങളൊക്കെ അറിയാം. ഏട്ടൻ ജ്യേഷ്ഠൻ്റെ തന്നെ അതിൽ ഒരു ഫ്രീഡം കൂടുതലായിട്ട് പിന്നെ ഒരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് അത് അവിടുന്ന് കിട്ടുന്ന ഒരു ചിരി അതാണല്ലോ മെയിൻ നമ്മളൊരു വർക്കിന് കിട്ടുന്ന ഒരു എനർജിക്കാണ്. അതെ അതെ, എന്തായാലും വർക്ക് അടിപൊളിയായി, എല്ലാം അടിപൊളിയായി. ഇതുപോലുള്ള വർക്ക് ചെയ്യാൻ ഇത് നമ്മളെ ഈ മോഡലിൽ നമ്മൾ ആദ്യമായിട്ട് വർക്കാണ്. ഇപ്പത്തെ മോഡൽ നിങ്ങൾക്ക് അറിയാലോ. അതെ അതെ, പല പല മോഡലുകൾ വരുമ്പോ ആൾക്കാർ പുതിയത് കണ്ടെത്തിക്കൊണ്ടുവരാം. എനിക്ക് ആ ഒരു മോഡൽ വേണം, അങ്ങനെയല്ലേ വരുന്നത്. അതെ, ഇത് എന്താ വെച്ചാൽ ജ്യേഷ്ഠനെ നമുക്ക് പ്രൈവസി കിട്ടിയ ഒരു ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുകൊണ്ട് സാവധാനം ചെയ്യാൻ കഴിയും. 4-5 വർഷത്തെ ഒരു നമ്മളെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നല്ല ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഓഫീസ് രാമനാട്ടാണ് നമ്മളെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നമ്മൾ പുതിയൊരു ഓഫീസ് ഇപ്പം നമ്മളെ അടുത്ത് തന്നെ മുതുവല്ലൂർ എന്ന സ്ഥലത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്ട് ഓഫീസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പണി കാര്യങ്ങളും നടക്കും. പക്ഷേ അതൊരു മാസം കൊണ്ട് നമ്മൾ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ, താങ്ക് യു.